നമസ്കാരം, ഞാൻ അജു. ഈ സേവന ഓൺലൈൻ സൊല്യൂഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വസ്തുവിന് മേലുള്ള അവകാശം സ്ഥാപിക്കുന്നതിനുള്ള രേഖയാണ് പൊസഷൻ അഥവാ കൈവശാവകാശ സർട്ടിഫിക്കറ്റ്. കേരള സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ e-district.kerala.gov.in സൈറ്റ് ഉപയോഗിച്ച് നമുക്ക് പൊസഷൻ സർട്ടിഫിക്കറ്റ് എടുക്കാനായിട്ട് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ആദ്യമായി ക്രിയേറ്റ് അക്കൗണ്ട് എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് ആവശ്യപ്പെടുന്ന ഡീറ്റെയിൽസ് നൽകി ലോഗിൻ നെയിമും പാസ്വേഡും ക്രിയേറ്റ് ചെയ്ത് സൈൻ ഇൻ ഓപ്ഷൻ ഉപയോഗിച്ച് ക്യാപ്ച കോഡും ടൈപ്പ് ചെയ്ത് കൊടുത്ത് ഈ ഡിസ്ട്രിക്റ്റിൻ്റെ സൈറ്റിൽ ആദ്യമായി സൈൻ ഇൻ ചെയ്യുക. സൈൻ ചെയ്തതിന് ശേഷം സർട്ടിഫിക്കറ്റ് സർവീസ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. സമർപ്പിക്കുന്നതിനായി ആദ്യമായി വൺ ടൈം രജിസ്ട്രേഷൻ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അതിൽ നിന്നും ആപ്ലിക്കൻ്റ് രജിസ്ട്രേഷൻ ഓപ്ഷൻ ഉപയോഗിച്ച് അപേക്ഷകനെ ആദ്യമായി രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആപ്ലിക്കൻ രജിസ്റ്റർ ചെയ്യുന്നതിനായി ആദ്യമായി അപേക്ഷകൻ്റെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ജെൻഡർ മെയിലാണോ ഫീമെയിലാണോ തിരഞ്ഞെടുത്ത് കൊടുക്കുക. അപേക്ഷകൻ്റെ ജനന തീയതി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഫോട്ടോ നിർബന്ധമല്ല. റേഷൻ കാർഡിൽ നിന്നും വീട്ടു നമ്പർ ലഭ്യമാണ്, അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ 0 ഉപയോഗിച്ചും നമുക്ക് മുൻപോട്ട് പോകാവുന്നതാണ്. വീട്ടുപേര്, ലൊക്കാലിറ്റി, പോസ്റ്റ് ഓഫീസ്, പിൻകോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഡിസ്ട്രിക്റ്റ് ജില്ല തിരഞ്ഞെടുത്ത് കൊടുക്കുക. താലൂക്ക് തിരഞ്ഞെടുത്ത് കൊടുക്കുക. വില്ലേജ് തിരഞ്ഞെടുത്ത് കൊടുക്കുക. പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ ഏതാണോ ലോക്കൽ ബോഡി ടൈപ്പ് തിരഞ്ഞെടുത്ത് കൊടുക്കുക. പഞ്ചായത്ത് ഏതാണെന്ന് തിരഞ്ഞെടുത്ത് കൊടുക്കുക. അഡ്രസ്സ് സെയിം തന്നെയാണെന്നുണ്ടെങ്കിൽ സെയിം ചെക്ക് ചെയ്ത് കൊടുക്കുക. അപേക്ഷകൻ്റെ അച്ഛൻ്റെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപേക്ഷകൻ്റെ അമ്മയുടെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. വിവാഹിതനാണ് അല്ലെങ്കിൽ വിവാഹിതയാണ് എന്നുണ്ടെങ്കിൽ മാരിറ്റൽ സ്റ്റാറ്റസ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഭർത്താവിൻ്റെ അല്ലെങ്കിൽ ഭാര്യയുടെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. റേഷൻ കാർഡ് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. മറ്റ് ഐഡൻറ്റിറ്റി ഡീറ്റെയിൽസ് കൊടുക്കണമെന്ന് നിർബന്ധമില്ല. അതിനുശേഷം ചെക്ക് ഡ്യൂപ്ലിക്കേറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഓക്കെ ബട്ടൺ പ്രസ് ചെയ്ത് സബ്മിറ്റ് ചെയ്യുക. സർട്ടിഫിക്കറ്റ് സർവീസ് ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അതിൽ നിന്നും പൊസഷൻ ക്ലിക്ക് ചെയ്യുക. രജിസ്റ്റർ ചെയ്തിട്ടുള്ള അപേക്ഷകൻ്റെ പേര് തിരഞ്ഞെടുക്കുക. സർട്ടിഫിക്കറ്റ് പർപ്പസ് സംസ്ഥാനത്തിനകത്ത് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൈവശ സർട്ടിഫിക്കറ്റ് എടുക്കുന്നതെങ്കിൽ സ്റ്റേറ്റ് പർപ്പസ്, സംസ്ഥാനത്തിന് പുറത്ത് ഉള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഔട്ട്സൈഡ് സ്റ്റേറ്റ് പർപ്പസ് തിരഞ്ഞെടുത്ത് കൊടുക്കുക. പിന്നെ നിർബന്ധമായും പർപ്പസ് രേഖപ്പെടുത്തുക. അതായത് ഇപ്പോൾ പഞ്ചായത്ത് ആവശ്യങ്ങൾക്കായിട്ടാണ് നമ്മൾ കൈവശ സർട്ടിഫിക്കറ്റ് എടുക്കുന്നത് എങ്കിൽ ഏത് പഞ്ചായത്തിലേക്കാണ് സമർപ്പിക്കുന്നത് ആ പഞ്ചായത്തിൻ്റെ പേര് കൃത്യമായും രേഖപ്പെടുത്തി കൊടുക്കുക. അതുപോലെ തന്നെ ബാങ്ക് ആവശ്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ ബാങ്കിൻ്റെ പേര് കൃത്യമായി രേഖപ്പെടുത്തി കൊടുക്കുക. ഷോ ആപ്ലിക്കൻ്റ് ഡീറ്റെയിൽസ് എന്ന ഭാഗത്ത് ആ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അപേക്ഷകൻ്റെ വിവരങ്ങൾ അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അതിനുശേഷം
പൊസഷൻ സർട്ടിഫിക്കറ്റ് എടുക്കാനുള്ള വസ്തുവിൻ്റെ ഭൂമിയുടെ വിവരങ്ങൾ കരമടച്ച റെസിപ്റ്റ് അല്ലെങ്കിൽ പറ്റുകിട്ടി നോക്കി വ്യക്തമായിട്ട് രേഖപ്പെടുത്തി കൊടുക്കുക. ഡിസ്ട്രിക്റ്റ് തിരഞ്ഞെടുത്ത് കൊടുക്കുക. താലൂക്ക് തിരഞ്ഞെടുത്ത് കൊടുക്കുക. വില്ലേജ് തിരഞ്ഞെടുത്ത് കൊടുക്കുക. റീസർവേ ബ്ലോക്ക് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. റീസർവേ നമ്പർ, റീസർവേ സബ് ഡിവിഷൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. തണ്ടപ്പേർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഭൂമിയുടെ തരം, കൃഷിഭൂമിയാണ് എങ്കിൽ അഗ്രികൾച്ചർ എന്നും, പുരയിടമാണ് എങ്കിൽ ഡ്രൈ എന്നും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഭൂമിയുടെ അളവ് ഹെക്ടറിൽ രേഖപ്പെടുത്തി കൊടുക്കുക. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഭൂമിയുടെ അളവ് പറ്റുകിട്ടിയിൽ 6 സ്ക്വയർ മീറ്റർ എന്ന അളവിലായിരിക്കും. ഓൺലൈൻ കൺവെർട്ടർ ഉപയോഗിച്ച് അത് സെൻറ്റിൽ കാൽക്കുലേറ്റ് ചെയ്ത് സെൻറ്റ് എത്രയാണ് എന്ന് കൊടുത്ത് കൺവെർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഹെക്ടറിൽ രേഖപ്പെടുത്തി കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഫോർവേഡ് ചെയ്യുക. ആവശ്യമായ രേഖകൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. കൈവശാവകാശ സർട്ടിഫിക്കറ്റ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് അപേക്ഷകൻ്റെ ആധാറും കരമടച്ച റെസിപ്റ്റ് അല്ലെങ്കിൽ പറ്റുകിട്ടിയാണ് രേഖകൾ ആവശ്യമായി വേണ്ടത്. 1 MB താഴെയുള്ള PDF ഫയലായി 2 രേഖകളും അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് പേയ്മെൻറ്റ് ഭാഗത്തേക്ക് പോവുക. മേക്ക് പേയ്മെൻറ്റ് ഉപയോഗിച്ച് പേയ്മെൻറ്റ് ചെയ്യുക. നെറ്റ് ബാങ്കിങ് ഉപയോഗിക്കാം, ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ QR കോഡ് അല്ലെങ്കിൽ UPI ഉപയോഗിച്ച് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. കൈവശാവകാശ സർട്ടിഫിക്കറ്റ് എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വസ്തു ആരുടെ പേരിലാണോ അല്ലെങ്കിൽ ഏത് പേരിലാണോ ആ പേരിൽ മാത്രമേ നമുക്ക് പൊസഷൻ സർട്ടിഫിക്കറ്റ് ലഭിക്കുകയുള്ളൂ. ഉദാഹരണത്തിന് ഒരു വ്യക്തിയുടെ പേരിലാണെങ്കിൽ ആ വ്യക്തിയുടെ പേര് പറ്റുകിട്ടിയിൽ അല്ലെങ്കിൽ പ്രമാണത്തിൽ എങ്ങനെയാണോ അതേപടി വേണം രജിസ്റ്റർ ചെയ്യാനായിട്ട്. ഒന്നിലധികം ആളുകളുടെ പേരിലാണ് വസ്തു കിടക്കുന്നത് എങ്കിൽ ആരുടെയൊക്കെ പേരിലാണോ ആ പേരുകൾ കൃത്യമായിട്ട് രേഖപ്പെടുത്തി കൊടുക്കേണ്ടതാണ് രജിസ്റ്റർ ചെയ്യുമ്പോൾ. ഇപ്പോൾ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും പേരിലാണ് വസ്തുവെങ്കിൽ ആ 2 പേരുടെയും പേരിൽ നമുക്ക് കൈവശാവകാശം അല്ലെങ്കിൽ പൊസഷൻ സർട്ടിഫിക്കറ്റ് ലഭിക്കുകയുള്ളൂ. ട്രാക്ക് മൈ സർട്ടിഫിക്കറ്റ് സർവീസ് ഉപയോഗിച്ച് അപേക്ഷകളുടെ സ്റ്റാറ്റസ് നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്രൂവായ സർട്ടിഫിക്കറ്റുകൾ പ്രിൻ്റ് ഓഫ് ഉപയോഗിച്ച് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്.